ഹലോ ഗൈസ്, നമ്മളൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. എൻ്റെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടാക്കുകയാണ്. വെച്ചിന്നില്ല എന്ത് രാത്രി. ഓക്കെ, വന്നിട്ടുണ്ട്. ഇതെന്താ ഫുള്ള് രാത്രി? നമുക്കിവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ. ഇപ്പോൾ രാത്രിയാണ് ഗൈസ്, ഇപ്പോൾ രാത്രി. ഇപ്പോൾ പണ്ടെടുക്കാൻ പറ്റില്ല. ക്ലോസ് ചെയ്യാം. ഇനി എന്തൊക്കെ ഒരു വ്യത്യാസം മാറി ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ. നമ്മൾ പുതിയൊരു ദിവസം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഡെയിലി എക്സ്പെൻസ് യു വിൽ റിസീവ് ഡെയിലി. ഓക്കെ, നമുക്കിപ്പോൾ ബിൽസൊക്കെ വരും എന്നാണ് പറയുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഗൈസ് ഇത് ഓട്ടോമാറ്റിക്കലി അടഞ്ഞോളും എന്നാണ് പറയണത്. ഓക്കെ, കൊടുക്കാം. ഓക്കെ, അല്ല ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചിരുന്നില്ലേ? അതൊക്കെ എവിടെ പോയി? ഇത് ഓപ്പൺ ചെയ്യണോ? നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? ഓയില്, ഫ്ലോർ എന്തൊക്കെയോ വാങ്ങിച്ചിരുന്നല്ലോ, അതൊന്നും കാണുന്നില്ല ഗൈസ്. നമ്മൾ ചോക്കാപ്പിക്ക് മാത്രമല്ല, കൂടെ കുറേ സാധനങ്ങൾ വെച്ചിരുന്നു. എന്താണിത്? ഇവർക്കൊന്നും കാണുന്നില്ല. ഇല്ലടാ, ഞാൻ ഗെയിം സേവ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു ഇറങ്ങിയത്. ഗെയിം സേവ് ചെയ്യാൻ മറന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഒന്നും കൂടി ഓർഡർ ചെയ്യാം. പക്ഷേ ഗൈസ് $117 ഉണ്ട്. എന്നാലും ഗൈസ് നമ്മളിവിടെ റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴും ഒന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച് ഗ്ലിച്ചടിച്ചായിരിക്കും. പക്ഷേ സേവ് ചെയ്യാൻ മറന്നുപോയതാണ് ഗൈസ്. സേവ് ചെയ്യാൻ ഇനി തൊട്ട് ഞാൻ സേവ് ചെയ്തിരിക്കും ഗൈസ്. എല്ലാം ഇപ്പോഴും പോയി. എന്തപ്പം ചെയ്യുക? ഇനി ഇവിടെ ചോക്കാപ്പിക്ക് വെക്കാൻ പറ്റും, വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെക്കാം. എന്നാലും ഇതെങ്ങനെ ശരിയാവും? ഞാൻ സേവ് ചെയ്യാൻ മറന്നു വേണം. അതാണ് പ്രശ്നം പറ്റിയത്. ഇത്ര പൈസ മുടക്കിയിട്ട് അത് മാറ്റിയത് അല്ല, അത് വാങ്ങിയത് എന്നറിയോ? ഇവിടെ എന്താ സാധനം ഉണ്ടാവും? ലോക്കഡാണ്. നമുക്ക് അതായാലും ഇനി ഓർഡർ ചെയ്യാം. ഇതെന്താ? ഓക്കെ, ആവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ കയറാം. നമുക്ക് വീണ്ടും മാർക്കറ്റിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യണം ഗൈസ്. ഓക്കെ, ഞാൻ എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യണം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി കഴിഞ്ഞ എപ്പിസോഡ് കണ്ട് ലാസ്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്നാണ് തോന്നുന്നത്. ലാസ്റ്റ്. ഓക്കെ, ഇത്രയൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുക? ഗൈസ്, നമുക്കൊരു ഓയിലും കൂടി ഓർഡർ ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഓയിൽ അപ്പം തന്നെ നല്ല പൈസയായി ഗൈസ്, നല്ല പൈസ. ഇനി $12 കൂടിയുള്ളൂ ബാക്കി. ഇനിയിപ്പോൾ എന്താണ്? ഇതൊക്കെ എടുത്തു വെക്കാം. അത് വേറെ എന്ത് വഴിയില്ലേ? വേറെ വഴിയില്ലല്ലോ. ഇത് ആൾക്കാരൊക്കെ തിരിച്ചു വന്ന്. ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്താൽ ഞാൻ ഇപ്പോൾ തുറന്നുതരാം. പോയി ഇനി നമുക്ക് ഇവിടെ ഓയിൽ വെക്കാം. ഇതെല്ലാവരും പോണ് ഗൈസ്. നമ്മൾ വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് വെക്കാം. ഈ ഒരു സൈഡിലായിട്ട് വെക്കാം ഗൈസ്. ഇവിടെ ഓക്കെ, ബ്രെഡും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെക്കാം. സ്വിച്ച് മാറിപ്പോയി. ഇതിങ്ങനെ ഇപ്പോൾ തിരിച്ചെടുക്കണേ. ഓക്കെ, തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടെ വെക്കാം. ഇതെന്താ വേറൊരു പെട്ടി? അയ്യോ, 2 പെട്ടി. എടാ, ഈ 2 പെട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഒരു പെട്ടി ശ്രദ്ധിച്ചില്ല. വെറുതെ ഓർഡർ ചെയ്ത്. ഞാൻ 2 ഓർഡർ ചെയ്തും വെച്ചില്ലല്ലോ. വെച്ചിനോ? ഓർമ്മയില്ല ഗൈസ്. ഞാൻ ആകെ 1 വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 2 വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം അത് നിൽക്കിന്. നമുക്കിവിടെ ഒക്കെ വേറെ ആയില്ലല്ലോ. ഇതൊക്കെ നമുക്ക് സാധനം പറ്റുകൊണ്ട് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് പുതിയ സാധനങ്ങൾ ഇറങ്ങിയത് കൊണ്ട്
ഇതിൻ്റെ കോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ഗ്യാസ്. ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ വെച്ചതല്ലേ ഓൾറെഡി. ഓക്കെ, ഇനി നമുക്ക് ബ്രെഡിൻ്റെ വെക്കാം. ഇതെന്ത്? ഓക്കെ, ബ്രെഡിന് എത്രയാണ്? ഓക്കെ 3.96. 3.96. നമുക്കൊരു $4 ഇടുക ഗൈസ്. നമ്മൾ ഭയങ്കര നഷ്ടത്തിൽ. അപ്പം നമ്മൾ $4 ഇട്ടിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ടാലും ഇതിന് $4.50. നമുക്കൊരു $5 അല്ലെങ്കിൽ എത്രയാണെങ്കിലും ഇടാം. $5 ഇടണോ അത് വേറെ ഏതെങ്കിലും ഇടണോ? നമ്മൾ $5 ഇട്ടിട്ടുണ്ട്. അല്ലേ ഉണ്ടായി 4.57 ഇട്ടിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല ഗൈസ്, വേറൊന്നുമില്ല. ഇതിൻ്റെ ഒക്കെ സെയിം തന്നെയാണ് ഗൈസ്. ഓക്കെ, എന്നാലും നമുക്ക് കുറച്ച് കൂട്ടിയിടാം ഗൈസ്. കാരണം നമ്മളിൽ 5ൻ്റെ പൈസ ഇല്ല. ആരെങ്കിലും വാങ്ങുമോ നോക്കാം. നമ്മളൊരു $6 ഇട്ടിട്ടുണ്ട്. $6 വാങ്ങുകയാണെങ്കിൽ വാങ്ങട്ടെ, അല്ലെങ്കിൽ കുറച്ചിടാം ഗൈസ്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ വൈകുന്നേരം ആവാൻ തുടങ്ങി ഗൈസ്. വൈകുന്നേരം ആരെങ്കിലും വരുമോ അറിയില്ല ഈ സമയത്ത്. വൈകുന്നേരം വന്ന് ഇനി ഗൈസ് നമുക്ക് എന്താ ചെയ്യുക? ഒരു നിമിഷം, നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബില്ല് അടിച്ചു കൊടുക്കാം. വേറെ ഓക്കെ, ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അയാൾ വേറെ എന്താ എടുത്തതെന്ന് നോക്കണം. 2 ബ്രെഡ് എടുത്ത് ഗൈസ്, അത്രേ എടുത്തിട്ടുള്ളൂ. ഒരു 3 ബ്രെഡെങ്കിലും ഒക്കെ എടുക്കാൻ ഗൈസ് ഇയാൾക്ക്. ഓക്കെ, പൈസ അടിച്ചു കൊടുക്കാം. $8 ആയി ഗൈസ്. ഈ ബ്രെഡ് വിറ്റ് പോകുന്നുണ്ട് ഗൈസ്. അതിനെക്കൊണ്ട് ബ്രെഡിൻ്റെ പൈസ മാറ്റണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, എത്ര താത്തി പിടിച്ചിരുന്നത്? ഓക്കെ, $6 കറക്റ്റ് $6 ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആ ചേച്ചി അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കസ്റ്റമർ വരട്ടെ ഗൈസ്. പിന്നെ ഇവിടെ ഒബ്ജക്റ്റീവൊക്കെ പണ്ടത്തെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പെർഫോം ചെക്കൗട്ട്സ് നമ്മളെ 24 അതായിട്ടേ ഉള്ളൂ ഗൈസ്. പണ്ടത്തെ ഒബ്ജക്റ്റീവ്സായി. അപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ മറന്നതും കൊണ്ട് ഗൈസ് എല്ലാം പോയി ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഓയിലിൻ്റെ പൈസ കുറച്ചിടണം. ആരും ഓയിലൊന്നും വാങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ ഓയിലിൻ്റെ പൈസ കുറച്ചിടാം. 4.51 ആക്കാം ഗൈസ്. 51 1 സെൻറ്റ് കൂട്ടിയിടാം ഗൈസ്. 4.50 ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മൾ 4.51 ഇട്ട്. ഓക്കെ, ഇനി എന്താണ് ഗൈസ്? നമ്മളെ പീടി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറച്ച് പൈസ കുറവൊക്കെ ഉണ്ട് ഗൈസ്. അധികം പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഇന്ന്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. പർച്ചേസ് പ്രോഡക്റ്റ് ലൈസൻസ് യൂസിങ് കമ്പ്യൂട്ടർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചെയ്യാം ഗൈസ്. അതിനെത്ര അറിയില്ല. അത് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. അതിന് $200 ആയിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് അൺലോക്ക് ചെയ്തിട്ടില്ല അതിന്. ഓക്കെ, ഇത് നല്ല പൈസ ചെയ്തിട്ടില്ല. വയ്യ. ഇനി തിരിച്ചു കൊടുക്കേണ്ട എത്രയാണ്? ഒന്നും തിരിച്ചു കൊടുക്കണ്ട. ശരി, പോയിക്കോ. നമുക്കിപ്പോൾ $52 ആകെ ഉള്ളത് നമ്മുടെ കയ്യിൽ. അത് നമുക്ക് ഇതിൻ്റെയും കുറച്ചിടണമെന്നാണ് എനിക്കൊരു സംശയം. നമുക്ക് കുറച്ചിടാം ഗൈസ്. വെറുതെ എന്തിനാ കുറേ പൈസ അങ്ങോട്ട് ഇട്ടാൽ? പൈസ കുറേ പൈസ എന്തപ്പോൾ പറയണ്ടേ. നമ്മൾ 3.97 ഇട്ടിട്ടുണ്ട്. ഒരാൾ ചോക്കാബിക്ക് വാങ്ങുന്നുണ്ട്. ചോക്കാബിക്ക് ഇതിൻ്റെയും അതിൻ്റെ മുമ്പ് ഇയാൾക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. ഓക്കെ, എടുക്കാം. എന്ത് സ്റ്റെക്ക് ഇതേ കൊടുക്കട്ടെ. പൈസയാണ് ഗൈസ്, പൈസ സാറിന് എത്ര തിരിച്ചു കൊടുക്കണം? എത്ര തിരിച്ചു കൊടുക്കാം നമുക്ക്? ഓക്കെ, ഓക്കെ, ഇത് ഇത്രയും ടോട്ടൽ എത്ര? 48 എത്രയാണെന്ന് തോന്നുന്നു ഗൈസ്. 49. ഓക്കെ, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്.
ഓക്കെ 2 ചോക്കാപ്പിക്കും ഒരു ഓയിലും ഇപ്പോൾ വിറ്റ് പോകുന്നുണ്ട്. നമ്മൾ പൈസ കുറച്ചിട്ടേന്. ഓക്കെ നമ്മളെ ഇയാൾക്ക് എത്രയായി 16.51 ഗൈസ്. ഓക്കെ അത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആൾ വന്നിട്ടുണ്ട്. എന്ത് ഓക്കെ 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 ഒന്നും തിരിച്ചു കൊടുക്കണ്ട. ഇത് ഓക്കെ ഇനി പൈസ കൊടുക്കാം. 12.99 ഗൈസ്. 12.99 ഓക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മളതിലിപ്പോൾ 112.07 അത്ര പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ എത്ര തിരിച്ചു കൊടുക്കണം? ഇത്രയോ? ഇതൊക്കെ എന്താണ്? ഇവർ പൈസ കിട്ടാനോ വരണേ അതോ സാധനം വാങ്ങാനാണോ വരണേ? എൻ്റെ പൊന്നോ. 1 2 3 ഓക്കെ പോയിക്കോ. 2 ഓയിലാണ് ഈ ചേച്ചി വാങ്ങിച്ചിരിക്കണേ. ഓക്കെ ഒന്നും കൂടി തിരിച്ചു കൊടുക്കണ്ട ഗൈസ്. തിരിച്ചു കൊടുക്കണ്ട, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഓക്കെ പർച്ചേസ് പ്രൊഡക്റ്റ്. ഓക്കെ അയാൾ ഒരു ചോക്കാപ്പിക്ക് എടുത്തിട്ടുണ്ട്, ഒരു ഓയിൽ എടുത്തിട്ടുണ്ട്. അത് രണ്ടുമാണ് എടുത്തത്. ഓക്കെ ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. ക്രെഡിറ്റ് കാർഡ് 10.51 10.51 ഓക്കെ നമ്മൾ അയാളെ പറഞ്ഞിട്ടു. ഇനി ഇതും അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് താ. ഓക്കെ നമുക്ക് അടിക്കാം. 15.02. ഓക്കെ ബ്രെഡ് ചോക്കാപ്പിക്ക് ഇയാൾ വാങ്ങിച്ചത്. ഓക്കെ നെക്സ്റ്റ് ഇയാൾക്ക് തിരിച്ച് പൈസ കൊടുക്കണം. 3 സെൻറ്റാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട. അയാൾ പോയി. നെക്സ്റ്റ് കസ്റ്റമർ ഏതാണ്? ഓക്കെ നെക്സ്റ്റ് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. ഓയിലെടുത്ത് ബ്രെഡ് എടുത്ത് 2 ബ്രെഡാണ്. ഇത് ഭയങ്കര ലാഭമാണല്ലോ. ഓക്കെ ഇനി നമുക്ക് 12.45 കേസ് അത് അടിച്ചു കൊടുക്കാം. ഓക്കെ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ 2 ഓയിലും 2 ചോക്കാപ്പിക്കുമാണ് വാങ്ങിച്ചത്. ചോക്കാപ്പിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. $21. $21 2 സെൻറ്റാണ് കേസ്. ഓക്കെ അത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഇയാൾക്ക് ബില്ലടിച്ചു കൊടുക്കാം. ഓക്കെ 3 സെൻറ്റാണ് അതും കൊടുത്തിട്ടുണ്ട്. അയാളെന്തോ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ഞാൻ എന്താ എഴുതിയെന്ന് ശ്രദ്ധിച്ചില്ല. നമ്മളെ മറ്റേ ഇതാണല്ലോ കേട്ടോ, എന്താണ് അതിൻ്റെ പേര്, കോൺഫ്ലേക്സ് മാത്രമേ ബാക്കിയുള്ളൂ. കുറേ കോൺഫ്ലേക്സ് ഉണ്ട് ഗൈസ്. ഇത് ക്ലോസ് ചെയ്യട്ടെ എന്നിട്ട് സാധനങ്ങൾ. ഓക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ വെക്കാം. നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, ബ്രെഡ്. ഓക്കെ ഇത് 2 പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെയാണ് നമ്മുടെ ബ്രെഡ് വെക്കാൻ. ഓക്കെ ബ്രെഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ എടുത്തുകൊണ്ടുവരാം ഗൈസ്. ഇതവിടെ ഇട്ടു. ഇനി ഓയിലല്ല ഓയിൽ. ഓക്കെ ഇനി നമുക്ക് ഇവിടേക്ക് വെക്കാം. ഓക്കെ ഓയിലും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പിന്നെ കൊണ്ടുപോയി കളയാം. ഇനി ഓപ്പൺ ചെയ്യാം, എന്നിട്ട് കൗണ്ടറിൽ പോയിരിക്കുക. അതാണ് നമ്മുടെ എപ്പോഴുള്ള പണി. അതിൻ്റെ ലൈറ്റ് ഓണാക്കട്ടെ. ലൈറ്റ് ഓണാക്കി. ഗൈസ് ഇതുവരെ ആയിട്ട് ഒരാൾ വന്നിട്ടില്ല. രാത്രിയായി ഗൈസ്, വെറുതെ ഇല്ല ഒരാളും വരാത്തെ. ഓക്കെ ഇതെന്താ ലാഭമൊന്നുമില്ല ഇപ്പം അധികം ഗൈസ്, അതാണ് പ്രശ്നം. നമ്മുടെ ഇത് ക്ലോസ് അല്ല. അയ്യോ എൻ്റെ ഒരു കസ്റ്റമർ പോയി ഗൈസ്, പോയി. ഓക്കെ ഗൈസ് നമുക്കിവിടെ വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അതിനെ പറഞ്ഞുവിടട്ടെ. എന്താടാ ഇത്, എത്ര ഡോളറായത്?
എൻ്റെ ചേഞ്ച് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വന്നതെന്ന് തോന്നുന്നു. 20 10 +5 +3 ഓക്കെ അത് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വിട്ട് ഗൈസ്. ഓയിലും പിന്നെ മറ്റേ കോൺഫ്ലെക്സുമാണ്. $10.51 ഗൈസ്. ഓക്കെ അതിനെ പറഞ്ഞു വിട്ടു. ഓക്കെ നെക്സ്റ്റ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതും ബില്ലടിച്ചു കൊടുത്തു. ഓക്കെ പോയി. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 2 ബ്രെഡാണ് ഇവർ വാങ്ങിയത്. എത്ര കൊടുക്കണം? എൻ്റെ ഇവരെന്താണ് കളിക്കുന്നത്? അയ്യോ. ഓക്കെ നമ്മൾ ഓരേം പറഞ്ഞു വിട്ടു. ഓക്കെ ഗൈസ് നമ്മുടെ ഡേ ഇവിടെ എന്തായി. നമ്മൾ പുതിയൊരു ഡേ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഓപ്പൺ ചെയ്യാം. നമ്മളതിലിപ്പോൾ $228 ഉണ്ട് ഗൈസ്. അത് വെച്ച് മറ്റേ ലൈസൻസ് വാങ്ങിയാലോ എന്നാണ്. അല്ലെ കുറച്ചും കൂടി പൈസ ആയിട്ട് ചെയ്യണോ? അല്ലെ നമുക്കിപ്പോൾ അത് വാങ്ങാൻ പറ്റുമോ നോക്കിയാലോ? നോക്കാം ഗൈസ്. നോക്കാം. പ്രൊഡക്റ്റ് ലൈസൻസ് കുറച്ചും കൂടി പൈസ ആവട്ടെ ഗൈസ്. പൈസ ഇല്ലാണ്ട് ഒരു കളിയും നടക്കൂല ഗൈസ്. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം ഗൈസ്. വേറെ വഴിയില്ല. പുതിയ സാധനങ്ങൾ കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരും ഇല്ലല്ലോ. $28 ഇനി ആകെ കയ്യിലുള്ളത്. ഇവിടെ ബില്ലടിക്കാനുണ്ട്. അടിക്കാൻ അത് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇവിടെ ഹയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹയറിങ്, ഗ്രോത്ത്, പിന്നെ സ്റ്റോറേജ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കണം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇവിടെ എന്താ ഫ്രിഡ്ജ് വാങ്ങാനാണ് പറയണേ. നമുക്ക് ഇയാളെ ഇത് അടിച്ചുവിടാണ് ഗൈസ്. നമ്മൾ ഇയാളെ 13.94 ഗൈസ് ഇയാളുടെ ഇത് പൈസ നമുക്ക് തരേണ്ടത്. ഓക്കെ നമ്മളത് അടിച്ചിരിക്കുകയാണ്. പോയിക്കോ. ഓക്കെ അയാൾ പോയി. നെക്സ്റ്റ് ഓയിലും ബ്രെഡും പൈസയാണ്. എത്ര തിരിച്ചു കൊടുക്കണം? ഓക്കെ $1 $1. പിന്നെ സെൻറ്റാണ്. ബാക്കി കുറച്ച് സെൻറ്റാണല്ലോ, കുഴപ്പമില്ല. അത്ര തന്നെ നല്ല സെൻറ്റ് ഉണ്ട് പക്ഷേ. ഓക്കെ 2 ഓയിലും പിന്നെ ഒരു ബ്രെഡുമാണ് ഈ ചേച്ചി ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ നമ്മൾ അതും പറഞ്ഞിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് 2 ഓയിൽ 2 ചൊക്കാപ്പിക്കാണോ എന്നറിയാം. ഓക്കെ അതിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു കറക്റ്റ് ചേഞ്ച് ആണെന്ന്. 2 ഓയിൽ കാർഡാണ് 9.02. ഓക്കെ 9.02 പറഞ്ഞിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓയിലും ബ്രെഡും. ഓക്കെ 8.48 ആണ്. ഓക്കെ അതിനെ പറഞ്ഞു വിട്ടു. 2 ബ്രെഡും പിന്നെ 2 ഓയിലുമാണ്. നെക്സ്റ്റ് എന്താടാ ഇത്? ഇത്ര പൈസ തിരിച്ചു കൊടുക്കാനാ? ഇത്രയൊക്കെ പൈസ ശരിക്കും തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ഗൈസ്. $83.04. ഓക്കെ ഇതൊരു ബ്രെഡാണ് വാങ്ങിച്ചിരിക്കണത്. നമ്മുടെ സാധനം മൊത്തം തീർന്നു ഗൈസ്. അവിടെ തീർന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ 3 ഇതാണ്. 3 സെൻറ്റ് 1 2 3. ഓക്കെ ആ ചേച്ചീനെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ആകെ ഒരു ഓയിലാണ് ഗൈസ് ബാക്കിയുള്ളത്. ഒരു ഓയിൽ. ഓക്കെ നമുക്കിനി ഇവിടെ പുതിയ സാധനങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. നിനക്ക് പുതിയ സാധനങ്ങളായിട്ട് വന്നിരിക്കുന്നത് ചീസ്, വാട്ടർ ബോട്ടിൽ, അതിൽ ഡിസ്പ്ലേ എന്നെന്ത് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വന്ന് ഡിസ്പ്ലേ എവിടെയാണ് ചെയ്യേണ്ടതെന്നാണ് അതിൽ എഴുതി വെച്ചേക്കണത്. ഓക്കെ നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ട്. $0 തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ എന്തെങ്കിലും വാങ്ങാം. എന്തെങ്കിലുമല്ലേ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങാം. $47 $103 പ്രശ്നമില്ല. $65 ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്.
നമ്മൾ സാധാരണ സാധനങ്ങൾ തന്നെയാണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കണത്. ക്ലോസ് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ ഓക്കെ, അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് അവിടെ വെക്കാം ഗൈസ്. ഓക്കെ, ഇവിടെയാണ്. അയ്യോ താഴെ വെച്ചുപോയി. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ചതിന് ഇത് അവിടേക്ക് വെക്കേണ്ടി വരുന്നു. ഇവിടെയാണ് നമ്മുടെ ബ്രെഡിൻ്റെ മെയിൻ സ്ഥലം ഗൈസ്. ഓക്കെ, നമ്മളതും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്കോസ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് കണ്ണ് ഇവിടേക്ക് വെക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണമാണ് ഇതിൽ കിട്ടാറ് ഒരു ബോക്സിൽ. ഇവിടെ വെക്കാം. ഇനി ഓപ്പൺ ചെയ്യാം. ഇനി നെക്സ്റ്റ് കസ്റ്റമർ വരുന്ന ഫസ്റ്റത്തെ കസ്റ്റമർ വരുന്നവർ വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു ഓയിൽ വാങ്ങിച്ചുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ അധികം വാങ്ങിക്കണ്ടേ? പൈസ ഇഷ്ടം പോലെ കിടക്കില്ലേ അക്കൗണ്ടിൽ? എനിക്ക് തോന്നുന്നു ഇയാൾ പിച്ചക്കാരനാണ്. ഓക്കെ, നമുക്ക് ഓനെ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. നെക്സ്റ്റ് കസ്റ്റമർ വരുമോ? നമ്മുടെ കസ്റ്റമേഴ്സ് അധികം വരാൻ ചാൻസ് ഇല്ല ഗൈസ്. ഇനി ചിലപ്പോഴൊക്കെ വരുള്ളൂ. ഇനി നോക്കാം, നമുക്ക് വരുമോ നോക്കാം. നമ്മുടെ ഓർഡർ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഓയിലാണ് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? ഇത്ര മാത്രമേ വാങ്ങിയുള്ളൂ. ഓക്കെ, 4.51. ഓക്കെ, അത് നമ്മൾ അടിച്ചിട്ടുണ്ട്. 2 ബ്രെഡും 1 ചോക്കോസുമാണ് വാങ്ങിച്ചിരിക്കണേ. ചേഞ്ച് കൊടുക്കണ്ട, നേരെ വിട്ടാൽ മതി. 2 ചോക്കോസാണ് വാങ്ങിച്ചിരിക്കണേ. ഇനി നമുക്ക് $12 വരെ ടോട്ടൽ. അപ്പോൾ നമുക്ക് $12 അടിച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ചേച്ചി 2 ഓയിലും 1 ചോക്കോസുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ചേഞ്ച് കൊടുക്കലാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഭയങ്കര പണിയായത് ചേഞ്ച് കൊടുക്കൽ. കാർഡാണെങ്കിൽ കുഴപ്പമില്ല, ഈസിയാണ്. അത് എത്രയും പെട്ടെന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് കൊടുത്താൽ മതി. ഓക്കെ, കഴിഞ്ഞു. 1 ചോക്കോസും 1 ബ്രെഡാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നത്. ചേഞ്ച് കൊടുക്കണ്ട ഗൈസ്, ചേഞ്ച് കൊടുക്കണ്ട. അതാ ഗൈസ്, സൂര്യൻ എന്തോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഫ്ലോറാണ് ഗൈസ്, ഫ്ലോർ അവിടെ ഫ്ലോർ എന്നാണ് എഴുതിച്ചത്. ക്ലോസ് ചെയ്യാം ഗൈസ്, ഇത് ക്ലോസ് ചെയ്യാം. ഇതും കൂടിയുള്ളൂ. ഇതിനും കൂടി അടിച്ചെടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. $4. എന്താടാ ഇവര് ഇങ്ങനെ? ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗെയിം ഉണ്ടാക്കിയതെന്നാണ് ഒരു സംശയം. ഓക്കെ, ഇനി എത്ര അടിക്കണം? ഒന്നും കൂടി 5 സെൻറ്റ്, 1 സെൻറ്റ്, കുറച്ചധികം 1 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർ അടിച്ച് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇന്നത്തെ റെഡി. ഇനി നമുക്ക് ക്ലോസ് ചെയ്താലേ? ഓക്കെ, ഇനി ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് ബാലൻസ് ആയിട്ട് കുറച്ചുണ്ട്. അതല്ല വർഷം ഇതെന്താണ്? ഓക്കെ എന്തെങ്കിലും ആട്ടെ, ഒന്നും മനസ്സിലായില്ല ഗൈസ്. അതെന്താ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു ഫ്ലോർ വാങ്ങാം. പിന്നെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് പുതിയ സാധനങ്ങളൊക്കെ ഗൈസ്. നമുക്ക് വേറെന്താ വാങ്ങാം? ഇതൊക്കെ പൈസ കൂടുതലാട്ടോ, അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഈ പൈസ കൂടുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. നമ്മൾ $55 ഒക്കെ സാധനങ്ങളാണ് ഉള്ളത്. ഭയങ്കര ചിലവായിരിക്കും. ഇനി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുതിയൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പേരെന്തായിരുന്നു? മറന്നുപോയി.
എന്തോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ ആദ്യത്തെ പുതിയ സാധനമാണ് ഗൈസ്. ആദ്യത്തെ പുതിയ സാധനം. പിന്നെ നമ്മുടെ ഷുഗറാണ്. ഇത് ഷുഗറാണ് ഗൈസ്. ഷുഗർ ഇവിടെ വെക്കാം. ഓക്കെ അത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ കളയാം. ഇനി നമ്മുടെ ഫ്ലോറ് മൈദ അതിവിടെ വെക്കാം. ഓക്കെ നമ്മുടെ മൈദ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ് അതോടെ കളഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് പുതിയ സാധനം കൊണ്ട് ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രൈസ് $5 ഉള്ളൂ ഗൈസ്, മാർക്കറ്റ് പ്രൈസ്. നമുക്ക് കുറച്ച് കൂട്ടിയിട്ടാലോ ഗൈസ്, നമുക്ക് $6 വിറ്റാലോ എന്നാണ് ഗൈസ്. കാരണം നമ്മളിത് 5ൻ്റെ പൈസ ഇല്ല ഗൈസ്. ഇത് $55 നമ്മൾ വാങ്ങിച്ചത്, $55. ഈ നെക്സ്റ്റ് ഇതിൻ്റെ കൂടി ഇടാം. ഇതിൻ്റെ സെയിം പൈസ ഇടാം ഗൈസ്. അതിൻ്റെ മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, കാരണം അതിന് മാത്രമാണ് നല്ല പൈസ ചിലവായത്. എൻ്റെ പൊന്നു, അത്ര പൈസയൊക്കെ നമ്മൾ ചിലവാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഗൈസ്. ഇനി നമുക്ക് ഫുള്ള് എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ വരും എന്നാണ് തോന്നുന്നത്. ഓരോ ലൈസൻസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്, വെയിറ്റ് ചെയ്യണം. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല നമ്മുടെ അത് കസ്റ്റമർ അല്ലായിരുന്നു ഗൈസ്. അയാളങ്ങോട്ട് നടന്നു പോയി. ചതിച്ചു ഗൈസ്, ചതിച്ചു. അയ്യോ, നമ്മുടെ കസ്റ്റമറാന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയത്. നമ്മളതിലിപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്? $26. ഇതിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കസ്റ്റമർ വരുന്നുണ്ട്. ടീ ബാക്ക് എടുക്ക്. അല്ല ഇതിൻ്റെ പേരെന്തായാലും ഒന്നും പിന്നെയും മറന്നുപോയി. ഈ സാധനം എടുക്കാമോ? ഇങ്ങോട്ട് താ. ഓക്കെ $7 ടോട്ടലായിരിക്കുന്നത്. $7 അതും പറഞ്ഞിട്ടുണ്ട്. ഈ $7 നിങ്ങൾക്കൊക്കെ ഒരു $6 ആദ്യം ഇതൊക്കെ വാങ്ങിച്ചൂടെ? രണ്ടെണ്ണം എടുത്ത $7 ആവുമല്ലോ. ഇത് $16. ഇതെന്ത് ചീസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ ചീസ് ഇവിടെ ഫസ്റ്റത്തെ ആളാണ് നമ്മൾ മറ്റേ ഈ സാധനം തന്നെ, കറുത്ത സാധനം വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, പാസ്ത അല്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പാസ്ത വാങ്ങണം. നമുക്ക് ഭയങ്കര എക്സ്പെൻസാണ് കേസ് ഇത്. പക്ഷെ $68 കേസ്. ഇപ്പോൾ നമുക്ക് ഇൻകമ്മും പിന്നെ എല്ലാം കൂടുതലാണ് കേസ്. എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ തീരുകയാണ് കേസ് നമ്മുടെ പൈസ പ്രശ്നം. നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ബ്രെഡാണ് എടുത്ത്, 2 ബ്രെഡ്, പിന്നെ ഒരു ഓയിൽ, ഒരു ഷുഗർ. ഓക്കെ ഗൈസ്, ശരി, നമുക്കിത് അടിച്ചു കൊടുക്കാം. കാർഡാണ്. ഇനി അടിച്ചു കൊടുക്കാം. ഇതെന്ത് ഓക്കെ 18.16 ഗൈസ്. അപ്പോൾ 18.16. ഓക്കെ, 2 ഷുഗറാണ് വാങ്ങിച്ചിരിക്കണേ. ഷുഗർ ഇത്ര എന്തിനാ 2 ഷുഗറൊക്കെ വാങ്ങിക്കുന്നത്? ഒരു ഷുഗറിൽ കാര്യം കഴിഞ്ഞൂലേ? ഒരു ഫ്ലോറും പിന്നെ നമ്മുടെ കറുത്ത സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ചേട്ടൻ നല്ല പൈസക്കാരനാണെന്ന് തോന്നുന്നു, പൈസക്കാരൻ. ഓക്കെ, ഈ പൈസ തിരിച്ചു കൊടുക്കൽ ആണ് പണി. അത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഇയാൾ ഭയങ്കര പൈസക്കാരനാണ്. എന്താ ഇല്ലയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇന്ന് ക്ലോസ് ചെയ്താലോ? ഒരു ചേച്ചിയും കൂടി വരുന്നുണ്ട്. ഇന്ന് ക്ലോസ് ചെയ്യാൻ ഒക്കെ പറ്റും. പക്ഷേ ഇവിടെ എല്ലാവരും സാധനങ്ങളില്ലയെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ ചില സാധനങ്ങളിൽ അവിടെ ഫ്രിഡ്ജ് ആണെന്ന് എഴുതിയിരുന്നു. ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ.
ചിലതിന് ആ ചീസിനൊക്കെ മറ്റേ ഇത് വേണമെന്ന് എഴുതിയിരുന്നു അവിടെ. നമ്മുടെ സാധനങ്ങൾക്ക് ഇതാണ് ഒരു $6 കുറയ്ക്കാം ഗൈസ്. കാരണം ഇപ്പം എല്ലാവരും ഇത് വാങ്ങുന്നൊന്നും അല്ല, അത് വാങ്ങുന്നൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഒരു ടീ ബാഗ്, ഒരു ഒരു ഫ്ലോറാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പൈസ ഒന്നും തിരിച്ചു കൊടുക്കണ്ട. അയാൾ നല്ല ഒരാളായിരുന്നു ഗൈസ്. 2 ചോക്കോസാണ്, കാർഡാണ്. ഇവരും നല്ലതാണ്. ഓക്കെ, $12 ഗൈസ്. $12. നെക്സ്റ്റ് ആൾ എപ്പോഴാണോ വരിക? നെക്സ്റ്റ് ആൾ അതാ വന്ന് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.